എല്ലാവർക്കും ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മുടെ ടെക്സ്റ്റിൽ മൊത്തം 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് സഫറോങ്കി ജുഗൽബന്ദി. സഫർ എന്ന് വെച്ചാൽ യാത്ര, ജുഗൽബന്ദി എന്നതിൻ്റെ അർത്ഥം സമന്വയം എന്നാണ്. യാത്രകളുടെ സമന്വയം, അതായത് ഹാർമണി ഓഫ് ജേണി. ഇതിൽ 3 ചാപ്റ്ററാണ് ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ കിട്കി, അതൊരു ലഘുകഥയാണ്, അതായത് ഷോർട്ട് സ്റ്റോറി. സെക്കൻഡ് ചാപ്റ്റർ സിന്ദഗി കാ സഫർ, അതൊരു ഹൈക്കു ആണ്. ഹൈക്കു എന്നാൽ ഒരു ജാപ്പാനി കവിതാ രൂപമാണ്. ഈ കവിതയിൽ 3 വരികൾ മാത്രമേ ഉണ്ടാകൂ. ഫസ്റ്റ് വരിയിൽ 5 അക്ഷരങ്ങളും, സെക്കൻഡ് വരിയിൽ 7 അക്ഷരങ്ങളും, തേർഡ് വരിയിലെ 5 അക്ഷരങ്ങളും, അങ്ങനെ മൊത്തം 17 അക്ഷരങ്ങൾ ചേർന്നതാണ് ഹൈക്കു. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചാപ്റ്റർ റെയിൻ ബസേരമേ, അതൊരു യാത്രാവൃത്തം ആകുന്നു. ഇനി നമുക്ക് നോക്കിയേ, സഫറോങ്കി ജുഗൽബന്ദിയിൽ ഒരു ഗസൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കവിയാണ് റാഹി മാസൂം റസ. റാഹി മാസൂം റസ എഴുതിയ ഒരു ഗസലിൻ്റെ ആദ്യ വരികളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. റസ ജനിച്ചത് ഉൻകാ ജന്മ ഗാസിപ്പൂർ മേ 1 സിതംബർ 1927 में हुआ था. അദ്ദേഹം ജനിച്ചത് ഗാസിപ്പൂരിലെ 1927 സെപ്റ്റംബർ 1-ാം തീയതി ആയിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദി, ഉറുദു റൈറ്ററും ആയിരുന്നു. അതുകൂടാതെ ഫേമസ് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം, ഉൻകാ മൃത്യു എന്ന് ഹിന്ദി പറയും, 12 മാർച്ച് 1992 में हुआ था. അദ്ദേഹം മരിച്ചത് 1992 മാർച്ച് 15-ാം തീയതി ആയിരുന്നു. കവിയെക്കുറിച്ച് മനസ്സിലായി കാണുമല്ലോ. നമുക്കിനി ആ ഒരു ദോഹയിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന ആ ദോഹ എന്ന് വെച്ചാൽ ഒരു ഗസൽ, ആ ഗസലിലേക്ക് പോകാം. ഇസ് സഫർ മേ നീന്ത് ഐസി ഖോ ഗയി, ഹം ന സോയെ രാത്ത് തക്ക് കർ സോ ഗയി. ഇസ് സഫർ മേ, അതായത് ഈ യാത്രയിൽ, നീന്ത് ഉറക്കം എങ്ങനെയോ നഷ്ടപ്പെട്ടു. സഫർ യാത്ര, നീന്ത് ഉറക്കം, കോന നഷ്ടപ്പെടുക. ഹം ന സോയെ ഞങ്ങൾ ഉറങ്ങിയില്ല. രാത്ത് തക്ക് കർ സോഗൈ എന്നാൽ രാത്ത് രാത്രി, തക്കിന ക്ഷീണിക്കുക, സോഗൈ ഉറങ്ങി എന്നാൽ രാത്രി ക്ഷീണിച്ച് ഉറങ്ങി. നിങ്ങൾ നോക്കിയേ, ഈ യാത്രയിൽ ഉറക്കം എങ്ങനെയോ നഷ്ടപ്പെട്ടു. ഞങ്ങൾ ഉറങ്ങിയില്ല എന്നാൽ രാത്രി ക്ഷീണിച്ച് ഉറങ്ങി. അതാണ് അതിൻ്റെ ആശയം. നമുക്കൊന്നുകൂടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ജീവിതത്തിൻ്റെ യാത്രയിൽ, അതാ സഫർ, ജീവിതത്തിൻ്റെ യാത്രയിൽ ഇത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. രാത്രി പോലും ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. എന്നിട്ടും തനിക്ക് തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അതാണ് ആ ദോഹയുടെ മതലബ്, അതായത് ആശയം. ഇനി ടെക്സ്റ്റിൻ്റെ അടുത്ത പേജിലേക്ക് നോക്കിയേ, അവിടെ ഒരു ഉദ്ഘോഷണമാണ്. ഉദ്ഘോഷണ എന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് എന്നാണ്. പരീക്ഷയ്ക്ക് ഉദ്ഘോഷണ ചോദിക്കാം, അതുകൊണ്ട് എല്ലാവരും അത് പഠിക്കണം. മനസ്സിലായല്ലോ? ഉദ്ഘോഷണ എന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ്. എന്നൊക്കെ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലെ ട്രെയിൻ ഉണ്ട്, ഒരു ട്രെയിനിൻ്റെ പടമാണ്. പിന്നെ കുറേ ആൾക്കാരും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്ഘോഷണ അനൗൺസ്മെൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. നമുക്കൊന്ന് വായിക്കാം. യാത്രിയോ കൃപയാ ധ്യാൻ ദേ, ഗാഡി നമ്പർ 1-6-3-4-8 തിരുവനന്തപുരം से मंगलूर तक के जाने वाली തിരുവനന്തപുരം मंगलूर एक्सप्रेस प्लेटफॉर्म नंबर 2 पर आ रही है എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, എൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. യാത്രിയോ കൃപയാ ധ്യാൻ ദേ,
യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കൂ. ഗാഡി നമ്പർ വണ്ടി നമ്പർ 16348. തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂരിലേക്ക് പോകുന്ന മംഗളൂർ വരെ ജാനവാലി പോകുന്ന തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ ആ രഹി ഹേ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു ടെൻസ് വന്നു കഴിഞ്ഞു. നമുക്ക് താഴെ ടേബിളുണ്ട്, നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരു അനൗൺസ് എഴുതാൻ ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അവസാന ഭാഗം മാത്രം ഒന്ന് മാറ്റി കൊടുത്താലും മതി. നോക്കിയേ, നിങ്ങൾക്ക് തനിച്ചെഴുതാം. നോക്കിയേ, യാത്രിയോ കൃപയാ ധ്യാൻ ദേ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കൂ. ഗാഡി നമ്പർ 16348. തിരുവനന്തപുരം സേ മംഗളൂർ തക്ക് ജാനെ വാലി തിരുവനന്തപുരം മംഗളൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 സേ അഭി രവാന ഹോഗി എന്നാക്കി മാറ്റാം. അതായത് ഏക്കിൽ നിന്ന്, ഏക്കെന്ന് വെച്ചാൽ 1-ൽ നിന്ന്, അഭി രവാന ഹോഗി ഇപ്പോൾ തന്നെ പുറപ്പെടും. ഇവിടെ ആ രഹി ഹേ വന്നുകൊണ്ടിരിക്കുന്നു, അതങ്ങോട്ട് മാറ്റി ആ രഹി ഹേ എന്ന് വെച്ചാൽ വന്നുകൊണ്ട് ഇരിക്കുന്നു, ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മാറ്റി കൊടുക്കണം. എങ്ങനെയാണ്? ദോന്ന് തന്നെ എഴുതാം. ദോസേ എന്ന് വെച്ചാൽ 2-ൽ നിന്ന്, രവാന ഹോഗി പുറപ്പെടും, അഭി രവാന ഹോഗി ഇപ്പോൾ തന്നെ പുറപ്പെടും എന്നാക്കി കൊടുക്കുക. അത്ര മാത്രം മാറ്റിയാൽ മതി, മറ്റൊരു അനൗൺസ്മെൻറ്റായി മാറും. മനസ്സിലായി കാണുമല്ലോ. നോക്കിയേ, അവിടെ നമുക്ക് ടെൻസ് വന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആക്ടിവിറ്റിയിലേക്കൊന്ന് നോക്കാം. ഡിബ്ബെ കെ അന്തർ കാര്യകലാപോं की കൽപ്പന കരെ അവരെ അഭിനയ കർക്കെ ദിഖായെ എന്നാണ്. ഡിബ്ബെ കെ അന്തർ എന്ന് വെച്ചാൽ കോച്ചിനകത്തെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിനയിച്ച് നോക്കാം. മനസ്സിലായി കാണുമല്ലോ. നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരെണ്ണം തന്നു. ചായ് വാല ചായ് ബേച്ച് രഹാ ഹേ. ചായ് വാല ചായ് ബേച്ചിന, ചായ വിറ്റുകൊണ്ടിരിക്കുന്നു. അതായത് താൽക്കാലിക വർത്തമാനകാൽ. താൽക്കാലിക വർത്തമാനകാൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, അത് തുടർച്ചയെ സൂചിപ്പിക്കുന്നു. രഹാഹയുടെ വിവിധ രൂപങ്ങളാണ് താൽക്കാലിക വർത്തമാനകാലിൽ കൊടുക്കുന്നത്. കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കണം. കൊണ്ടിരിക്കുന്നു, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൊണ്ടിരിക്കുന്നു സൂചിപ്പിക്കുന്നതാണ് താൽക്കാലിക വർത്തമാനകാൽ. നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കി അതിൽ നിന്ന് നമുക്ക് താഴേക്ക് എഴുതാം. ലഡ്കി ഫോൺ ദേക്ക് രഹി ഹേ. അത് ലഡ്ക ആകുമ്പോൾ ലഡ്ക ഫോൺ ദേക്ക് രഹാ ഹേ എന്നാക്കി മാറ്റി കൊടുക്കണം. അടുത്ത നോക്കിയേ, ലഡ്ക ചായ് പി രഹാ ഹേ. ലഡ്കി ചായ് പി രഹി ഹേ എന്നാക്കണം. അടുത്ത ദുഖാന്തർ പാനിക്ക ബോത്തൽ ബേച്ച് രഹാ ഹേ. അങ്ങനെ ഒരുപാട് നമുക്ക് എഴുതാം. യാത്രിയോ खिड़की से बाहर देख रहे हैं. एक औरत चल रहा है. അങ്ങനെ ഇതിൽ നോക്കി നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും എഴുതാം. ടെൻസ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി അങ്ങോട്ട് പഠിപ്പിക്കുക. ഓരോ ക്ലാസ്സുകളിലും ടെൻസിൻ്റെ വിശകലനം ചെയ്ത് വൃത്തിയായി പഠിപ്പിക്കാം. നിങ്ങൾ ഇത് വായിച്ചിട്ട് ഇതുപോലെ എക്സാമ്പിൾസ് എഴുതാൻ ശ്രമിക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 9446972994. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. സംശയങ്ങളെല്ലാം പറഞ്ഞു തരും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.